സന്നിധി തന്നിൽ മനോഹരമായ നല്ല പ്രഭാതത്തിൽ സൗത്ത് കേരള സെക്ഷൻ്റെ മിഷൻ 7 എന്ന യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും നമുക്കൊരുമിച്ച് കണ്ടുമുട്ടുവാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവവചനം കൂടി പഠിക്കുവാനും ഒരവസരം കൂടി നൽകിയ നല്ല നാഥന് നന്ദി പറയുകയാണ്. പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. ഒപ്പം ഈ പ്രഭാത ജാഗരണിൽ നിങ്ങളേവരും സ്വാഗതം ചെയ്തു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇപ്രകാരമാണ്: വെള്ളവും രക്തവും. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വെള്ളവും രക്തവും. എൻ്റെ ആധാരമാക്കി നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യമാണ്. മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് നമുക്ക് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഏവർക്കും സുപരിതമാണല്ലോ പ്രിയ ദൈവമക്കളെ, ഭൂമിയിലെ നിവാസികൾ വാസ്തവത്തിൽ ഇത് ഒരു പ്രകൃതിയിൽ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും ഉണ്ടാകും എന്ന് സാധാരണ ചിന്തിക്കുന്ന പോലെയല്ല. അതിനേക്കാൾ ഗൗരവതരമായ ഒരു സംഭവമാണ് വെളിപാട് പുസ്തകത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ രക്തവും വെള്ളവും വാസ്തവത്തിൽ നമുക്ക് ഏവർക്കും അറിയാം. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം പടയാളി വിലാപർത്ത് കുത്തിയപ്പോൾ വെള്ളവും രക്തവും ഒഴുകിയതായിട്ട് നമ്മൾ കാണുവാനിടയാകുന്നു. കാരണം വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ദുരന്ത സാഹചര്യം ഏറ്റവും കുറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 154 പൗണ്ട് വെള്ളം ആവശ്യമാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ വെള്ളമില്ലാതെ ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഏറെക്കുറെ സാമ്യമുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യന് 154 പൗണ്ട് വെള്ളം ആവശ്യമാണ്. എന്നാൽ അനേകക്കാർ ഏറെ വെള്ളം കുടിക്കുന്ന ആളുകളുമുണ്ട്. അപ്പം മനുഷ്യ ജീവിതത്തിന് ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പാപവിമോചകനായും പാപിയുടെ രക്ഷകനായും ജീവിച്ചിരുന്നു എന്ന് നമുക്ക് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന കാണാൻ സാധിക്കും. അതിനേക്കാൾ ഉപരിയായി നാം മനസ്സിലാക്കേണ്ടത്, ഒരു ജയിലിൽ കിടന്നതായ ഒരു തടവുകാരൻ, ആ ഒരു മനുഷ്യൻ്റെ പേര് ഇപ്രകാരമാണ്: ആൻഡ്രിയാസ് മിഹാഷസ് എന്ന ഒരു വലിയ തടവുകാരൻ. അദ്ദേഹം കിടന്ന ജയിലിൻ്റെ ചുവരുകളിലൂടെ ഒഴുകുന്നതായ വെള്ളം കുടിച്ച് അദ്ദേഹം 18 ദിവസം ജീവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെള്ളമില്ലാതെ മനുഷ്യനും ജീവിച്ചിരിക്കുന്ന കാണാൻ കഴിയത്തുമില്ല. വെള്ളം ജീവനെ നിലനിർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെയാണ് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പരാമർശിച്ചിരിക്കുന്ന വെള്ളവും രക്തവുമായുള്ള ആ രസകരമായ ഒരു കഥയല്ല, രസകരമായ ഒരു കാര്യമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ, പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ എഫെസ്യർ ലേഖനം 5-ാം അധ്യായത്തിലും അതിൽ മത്തായിയുടെ സുവിശേഷം 26-28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇത് അനേകർക്ക് വേണ്ടി പാപവിമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള രക്തമെന്ന് യേശു പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വെള്ളവും രക്തവും അത്യന്താപേക്ഷിതമാണ്. ഇതില്ലാത്തവൻ ഈ ഭൂമിയിൽ വളമായി തീരുക തന്നെ ചെയ്യും. നിത്യജീവന് രക്തവും വെള്ളവും ആവശ്യമാണ് എന്ന് ക്രൂശീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കുന്നു. കാരണം ഇപ്രകാരമാണ്: മത്തായി 26-ാം അധ്യായം 28, 26-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, യേശു പറഞ്ഞ ഇപ്രകാരമാണ്: പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തെ വെള്ളം അതെ പ്രതീകപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയതാ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ശുദ്ധീകരണത്തിന് വെള്ളം ആവശ്യമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ ഒഴുകിയതും വെള്ളവും രക്തവും, ഇത് രണ്ടും പാപികളുടെ വിമോചനത്തിന് വേണ്ടി ഉതകുന്നതാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, വെള്ളവും രക്തവും ഭൂമിയെ
എന്നേക്കുമായി മലിനപ്പെടുത്തുവാൻ പോകുന്നു, അല്ലെങ്കിൽ വെള്ളത്തെ മലിനപ്പെടുത്താൻ പോകുന്നു. നമുക്ക് ഏവർക്കും അറിയാം. മിസ്രൈമിൽ നമുക്ക് ഏവർക്കും അറിയാം. മിസ്രൈമിലെ ബാധയിൽ അവിടുത്തെ വെള്ളത്തെ ദൈവം എന്ത് ചെയ്തു? രക്തമാക്കി തീർത്തു. ആൾക്കാർ കുടിക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറി. ഇതുപോലെ ഭൂമിയിലുള്ള സകല ജനവും വെള്ളം അന്വേഷിക്കുന്ന, വെള്ളം കുടിക്കുവാൻ പരക്കം പാഞ്ഞോടുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. യേശുവിനെ നോക്കുക. യേശു നമ്മളെ ശുദ്ധീകരിക്കുവാൻ അവൻ്റെ ജലമുണ്ട്, വീണ്ടെടുക്കുവാൻ പാപവിമോചനത്തിനായി രക്തവും യേശുവിൻ്റെ പക്കലുണ്ട്. ഇത് സ്വീകരിപ്പാൻ ഞാൻ നിങ്ങളും തയ്യാറാണെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ സന്തോഷമായി സ്വീകരിച്ച് ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുകൊള്ളുവാൻ നാം ഒരുക്കമുള്ളവരാണോ? രക്ഷകനായ ക്രിസ്തു നിങ്ങളെ തേടി രണ്ടാമതും വരുന്നു. നമുക്കൊരു നിമിഷം ആ വരവിന് വേണ്ടി, ഒരുക്കത്തിന് വേണ്ടി നമ്മുടെ കണ്ണിലടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്ത് ഈ പ്രഭാതത്തിൽ ദൈവമേ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു അതേ കാൽവാറിൽ യാഗമായി തീർന്നു. അവിടുത്തെ വെള്ളത്താലും അവിടുത്തെ രക്തത്താലും ഞങ്ങളെ ശുദ്ധീകരിക്കുവാനും വീണ്ടെടുക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ടല്ലോ ദൈവമേ. ആ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരെ യേശുവേ ഈ ഭൂമി മലിനമാക്കുവാൻ യേശു വരുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ യേശുവിനെ സ്വന്തമായി സ്വീകരിച്ച് ആ സ്വർഗീയ തുറമുഖത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരുവാനും അതിനായി പ്രേക്ഷകരെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.